നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജനിച്ച നക്ഷത്രം ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഓരോ നക്ഷത്രക്കാർക്കും ഒരു പ്രത്യേക ദേവാനുഗ്രഹമുണ്ടെന്നാണ് ജ്യോതിഷ വിശ്വാസം. ചിലർക്ക് ശിവന്റെ കൃപ, ചിലർക്ക് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം, മറ്റു ചിലർക്ക് ദേവിയുടെ സംരക്ഷണം. ഇങ്ങനെ ഓരോ നക്ഷത്രത്തിനും ഓരോ ദൈവിക ശക്തിയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രത്തിന് ഏത് ദേവന്റെ അനുഗ്രഹമാണ് കൂടുതലെന്ന് നമുക്കിന്ന് നോക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി, ശ്രീ മഹാഗണപതി. അശ്വതി നക്ഷത്രക്കാർക്ക് ഗണപതിയുടെ അനുഗ്രഹം കൂടുതലായിരിക്കും. തടസ്സങ്ങൾ മാറ്റിയും പുതിയ തുടക്കങ്ങൾ വിജയിപ്പിച്ചും മുന്നോട്ടു പോകാൻ ഈ അനുഗ്രഹം സഹായിക്കും. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രജപം മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകും. ഭരണി, ദുർഗാദേവി. ഭരണി നക്ഷത്രക്കാർക്ക് ദേവിയുടെ അനുഗ്രഹം ശക്തമാണ്. ധൈര്യവും ആത്മവിശ്വാസവും ജീവിത പോരാട്ടങ്ങളെ നേരിടാനുള്ള ശക്തിയും ഇവർക്ക് ലഭിക്കും. ഓം ദുർഗായൈ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുന്നത് ഉത്തമം. കാർത്തിക, ഭഗവാൻ സുബ്രഹ്മണ്യൻ. കാർത്തിക നക്ഷത്രക്കാർക്ക് മുരുകന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. തീരുമാനശക്തിയും വിജയത്തിലേക്ക് മുന്നേറാനുള്ള ഊർജവും ഇവരുടെ ശക്തിയാണ്. നിങ്ങൾ ദിനവും ഓം ശരവണഭവായ നമഃ എന്ന് ജപിക്കൂ. രോഹിണി, മഹാലക്ഷ്മി. രോഹിണി നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മിയുടെ കൃപ ശക്തമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമൃദ്ധിയും കുടുംബ സൗഭാഗ്യവും ഇവരിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടും. നിങ്ങൾ ഓം ശ്രീം മഹാലക്ഷ്മിയൈ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുന്നത് ഉത്തമം. മകയിരം, ഭഗവാൻ ശിവൻ. മകയിരം നക്ഷത്രക്കാർക്ക് ശിവാനുഗ്രഹം കൂടുതലായിരിക്കും. ആത്മീയ ചിന്തയും ഉള്ളിലെ ശക്തിയും ഇവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും. നിങ്ങൾ ഓം നമഃ ശിവായ എന്ന മന്ത്രം ദിനവും ജപിക്കൂ. തിരുവാതിര, പരാശക്തി. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദേവിയുടെ അനുഗ്രഹം കൂടുതലായിരിക്കും. ആത്മീയതയിലേക്കുള്ള ആകർഷണവും ആഴത്തിലുള്ള ചിന്തയും ഇവരുടെ പ്രത്യേകതയാണ്. നിങ്ങൾ ഓം ദുർഗായൈ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമം. പുണർത്തം, ശ്രീരാമൻ അല്ലെങ്കിൽ മഹാവിഷ്ണു. പുണർത്തം നക്ഷത്രക്കാർക്ക് വിഷ്ണുവിന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. ജീവിതത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്. നിങ്ങൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിനവും ജപിക്കുക. പൂയം, ഗുരുവായൂരപ്പൻ. പൂയം നക്ഷത്രക്കാർക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. മനസ്സമാധാനവും സംരക്ഷണവും ഇവരുടെ ജീവിതത്തിൽ ശക്തമായിരിക്കും. നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ദിനവും ജപിക്കുന്നത് ഉത്തമം. ആയില്യം, നാഗദേവത. ആയില്യം നക്ഷത്രക്കാർക്ക് നാഗദേവതയുടെ അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ആളുകളെ എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ശേഷിയും ഇവർക്ക് കൂടുതലായിരിക്കും. ഇവർ ഓം നാഗദേവായ നമഃ എന്ന ദിനവും ജപിക്കുക. മകം, ഭഗവാൻ ശിവൻ. മകം നക്ഷത്രക്കാർക്ക് ശിവാനുഗ്രഹം വളരെ ശക്തമാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്. നിങ്ങൾ ഓം നമഃ ശിവായ എന്ന ദിനവും ജപിക്കുന്നത് ഉത്തമം. പൂരം, മഹാലക്ഷ്മി. പൂരം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യവും ആകർഷണ ശക്തിയും കൂടുതലായിരിക്കും. ലക്ഷ്മി അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകും. ഇവർ ദിനവും ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമഃ എന്ന് ജപിക്കുന്നത് ഉത്തമം. ഉത്രം, സൂര്യദേവൻ. ഉത്രം നക്ഷത്രക്കാർക്ക് നേതൃഗുണവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. സൂര്യ അനുഗ്രഹം ഇവരെ അംഗീകാരത്തിലേക്ക് നയിക്കും. നിങ്ങൾ ദിനവും ഓം സൂര്യായ നമഃ എന്ന് ജപിക്കുക. അത്തം, ശ്രീകൃഷ്ണൻ. അത്തം നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. ബുദ്ധിയും മനുഷ്യരെ ആകർഷിക്കുന്ന കഴിവും ഇവരുടെ ശക്തിയാണ്. ഇവർ ഓം കൃഷ്ണായ നമഃ എന്ന് ദിനവും ജപിക്കുന്നത് ഉത്തമം. ചിത്തിര, വിശ്വകർമാവ്. ചിത്തിര നക്ഷത്രക്കാർക്ക് സൃഷ്ടിപരമായ ചിന്തയും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും. നിങ്ങൾ ഓം വിശ്വകർമ്മണേ നമഃ എന്ന മന്ത്രം ജപിക്കുക. ചോതി, മഹാവിഷ്ണു. ചോതി നക്ഷത്രക്കാർക്ക് വിഷ്ണുവിന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. ജീവിതത്തിൽ സ്ഥിരതയും നല്ല തീരുമാനങ്ങളും ഇവരെ സഹായിക്കും. നിങ്ങൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. വിശാഖം, ലക്ഷ്മിദേവി. വിശാഖം നക്ഷത്രക്കാർക്ക് ധനയോഗവും ഭാഗ്യവും കൂടുതലായിരിക്കും. ലക്ഷ്മി കൃപ ഇവരുടെ ജീവിതത്തിൽ വളർച്ച നൽകും. ഇവർ ഓം ശ്രീം മഹാലക്ഷ്മിയൈ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമം. അനിഴം, അയ്യപ്പസ്വാമി. അനിഴം നക്ഷത്രക്കാർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടുതലായിരിക്കും. ക്ഷമയും നിയന്ത്രണവും ഇവരുടെ വലിയ ശക്തിയാണ്. നിങ്ങൾ ഓം ശ്രീ ധർമ്മശാസ്താവേ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുന്നത് ഉത്തമം. തൃക്കേട്ട, ഹനുമാൻ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഹനുമാന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. ധൈര്യവും പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തിയും ഇവർക്കുണ്ട്. ഇവർ ഓം ഹനുമതേ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുക. മൂലം, കാളിദേവി അല്ലെങ്കിൽ ദുർഗദേവി.
മൂലം നക്ഷത്രക്കാർക്ക് ശക്തമായ ദേവി അനുഗ്രഹമുണ്ടെന്ന് കരുതപ്പെടുന്നു. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനുള്ള ശക്തി ഇവർക്കുണ്ട്. നിങ്ങൾ ദിനവും ഓം കാളികായൈ നമഃ എന്ന മന്ത്രം ജപിക്കുക. പൂരാടം, മഹാവിഷ്ണു. പൂരാടം നക്ഷത്രക്കാർക്ക് ആത്മീയ ചിന്തയും ദൈവവിശ്വാസവും കൂടുതലായിരിക്കും. ഇവർ ദിനവും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമം. ഉത്രാടം, ശ്രീധർമ്മശാസ്താവ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് കൃത്യതയും ഉത്തരവാദിത്തബോധവും കൂടുതലായിരിക്കും. അയ്യപ്പ അനുഗ്രഹം ഇവരെ സംരക്ഷിക്കും. നിങ്ങൾ ഓം ഹരിഹരസുതായ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുന്നത് ഉത്തമം. തിരുവോണം, മഹാവിഷ്ണു. തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടുതലായിരിക്കും. ജീവിതത്തിൽ സ്ഥിരതയും ബഹുമാനവും ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. അവിട്ടം, ഭഗവാൻ ശിവൻ. അവിട്ടം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും കൂടുതലായിരിക്കും. ശിവഭക്തി മനസ്സിന് വലിയ ശക്തി നൽകും. നിങ്ങൾ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമം. ചതയം, വരുണദേവൻ. ചതയം നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായ ചിന്തയും മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സും കൂടുതലായിരിക്കും. ഇവർ ഓം വരുണായ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുക. പൂരുരുട്ടാതി, ദത്താത്രേയൻ. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആത്മീയതയിലേക്കുള്ള ആകർഷണം കൂടുതലായിരിക്കും. ഇവർ ഓം ദത്താത്രേയായ നമഃ എന്ന് ദിനവും ജപിക്കുക. ഉത്രട്ടാതി, മഹാവിഷ്ണു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ക്ഷമയും ശാന്തതയും കൂടുതലായിരിക്കും. വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഇവരെ ജീവിതത്തിൽ സംരക്ഷിക്കും. നിങ്ങൾ ഓം നമോ നാരായണായ എന്ന് ദിനവും ജപിക്കുക. രേവതി, ശ്രീകൃഷ്ണൻ. രേവതി നക്ഷത്രക്കാർക്ക് സ്നേഹവും കരുണയും കൂടുതലായിരിക്കും. ആത്മീയമായ ചിന്തയും മനസ്സിലെ നന്മയും ഇവരുടെ വലിയ ശക്തിയാണ്. ഇവർ ദിനവും ഓം കൃഷ്ണായ നമഃ എന്ന മന്ത്രം ദിനവും ജപിക്കുന്നത് ഉത്തമം. പ്രിയപ്പെട്ടവരെ, ഓരോ നക്ഷത്രക്കാർക്കും അവരുടേതായ പ്രത്യേക ദൈവാനുഗ്രഹമുണ്ടെന്നാണ് ജ്യോതിഷവിശ്വാസം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല മനസ്സും ദൈവവിശ്വാസവുമാണ്. പ്രാർത്ഥനയും മന്ത്രജപവും മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകും. ദൈവത്തെ സ്നേഹത്തോടെ ഓർക്കുമ്പോൾ ജീവിതത്തിൽ പല വഴികളും തുറക്കാൻ തുടങ്ങും. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? നിങ്ങൾ ഏത് ദേവനെ കൂടുതലായി വിശ്വസിക്കുന്നു? കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇത്തരം ആത്മീയമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.